ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഈവനിങ് വ്ലോഗ് ആട്ടോ. പിന്നെ ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പ്ലേറ്റ്സുകളൊന്നും അപ്പോൾ വാഷ് ചെയ്യാൻ തോന്നിയില്ല. എല്ലാം അങ്ങനെ വാഷ് ബേസിനിൽ കൂട്ടിയിട്ടേക്കാണ്. അപ്പോൾ ഇതെല്ലാം എനിക്ക് വാഷ് ചെയ്യണം. ഇപ്പോൾ ഈവനിങ്ങിൽ ഞങ്ങൾ ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റ് ഈവനിങ്ങിൽ ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ എൻ്റെ ജോലി എന്ന് പറയുന്നത് എനിക്ക് ടിഫിൻ ബോക്സ്, പ്ലേറ്റ്സ്, അതുപോലെ കുക്കർ, ചോറൊക്കെ വെച്ച് കുക്കർ, അങ്ങനത്തെയൊക്കെ എല്ലാ പാത്രങ്ങളും എനിക്ക് കഴുകാനുണ്ട്. ഒന്നും തന്നെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താ വാഷിങ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ആദ്യം തന്നെ കിച്ചൺ സിങ്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ബാക്കി ജോലികൾ ആരംഭിക്കാമെന്ന് വെച്ചു. ചേട്ടൻ ബാഡ്മിൻ്റൺ കളിക്കാനായിട്ട് സ്കൂളിലേക്ക് പോയിരിക്കുകയാണ്. അഞ്ചുമോളായാലും അഞ്ചുമോളുടെ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ എൻ്റെ കിച്ചൺ ഡ്യൂട്ടിയും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വേഗത്തിൽ തന്നെ ഞാൻ പ്ലേറ്റ്സ് ഒക്കെ ഒന്ന് കഴുകി മാറ്റിട്ടെ. അപ്പോൾ അങ്ങനെ ഞാൻ പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്തെടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ പ്ലേറ്റ്സ് എല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിച്ചൺ സിങ്കായാലും നല്ലപോലെ തന്നെ ലിക്വിഡൊക്കെ ഒഴിച്ച് നല്ലപോലെ തന്നെ ഞാൻ ക്ലീൻ ചെയ്തു. അപ്പോൾ അങ്ങനെ കിച്ചൺ ഏരിയ ഒരുവിധം ക്ലീൻ ആയി കിട്ടി. ഇനിയപ്പോൾ എനിക്ക് എൻ്റെ ഇന്നത്തെ ജോലികളിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് എനിക്കിപ്പോൾ ആദ്യം തന്നെ ഇതാ അപ്പത്തിനുള്ളത് അരച്ച് വെക്കണം. നാളെ രാവിലെ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണം, അപ്പം സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അരി ഞാൻ രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് കുതിരാനായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതോടൊപ്പം ഇതാ മാവൊക്കെ എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന്. ഒരു മണിക്കൂർ മുൻപ് ഇത്തിരി പുളിച്ച മാവ് ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അപ്പം ഉണ്ടാക്കിയതിൻ്റെ അപ്പം അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ ഇവിടെ ഇതാ തേങ്ങ വെള്ളം പുളിപ്പിച്ചെടുത്തതുണ്ട്. കള്ള് പോലെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് അപ്പത്തിലേക്ക് ചേർക്കാനായിട്ട്. പിന്നെ തേങ്ങ ചിരവിയതായാലും ഫ്രീസറിൽ ഇരിക്കായിരുന്നു. അപ്പോൾ അതും ഞാൻ ഒരു മണിക്കൂർ മുമ്പെടുത്ത് പുറത്ത് വെച്ചായിരുന്നു എൻ്റെ തണുപ്പൊക്കെ വിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് അപ്പത്തിനുള്ള മാവ് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്താ ജാറിലേക്ക് കുറച്ച് അരി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം എന്താ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ വെള്ളം പുളിപ്പിച്ചെടുത്തത് അതും കൂടെ ചേർത്തിട്ടോ ഞാൻ ആദ്യത്തെ ട്രിപ്പ് അരച്ചെടുക്കുന്നത്. പിന്നെ പുളിരസമൊക്കെ കുറവെന്ന് തോന്നണമെങ്കിൽ മാത്രം പിന്നെ രണ്ടാമത്തെ ട്രിപ്പിൽ ചേർത്ത് കൊടുക്കാറ്. ഇപ്പോൾ നല്ല പുളിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നോർമൽ വാട്ടർ ഒഴിച്ച് പിന്നെ അരച്ചെടുക്കാറ്. അപ്പോൾ ഇത് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് മാവ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു കയ്യിലെടുത്ത് കുറുക്കി ചേർക്കാനായിട്ട് ഇത് അടുപ്പത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനിത് നല്ലപോലെ ഒന്ന് കൂളാവാനായിട്ട് നീക്കി വയ്ക്കുകയാണ്. പിന്നെ ഇവിടെ ഇന്ന് എനിക്ക് രാത്രിയിലേക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ തേങ്ങ പാല് പിഴിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചേക്കണം, ഗ്രേവി ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചേക്കണം. ഇത് ഞാൻ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയതായിട്ട്. ഇന്ന് രാവിലെ ഇഡ്ഡലിയും ചട്നിയായിരുന്നു. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വന്ന ഇഡ്ഡലി വൈകുന്നേരം കൂടെ കഴിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ നീക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇന്ന് രാത്രിയിലേക്ക് എനിക്കിതാ ഉണക്കക്കപ്പ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കപ്പ കുതിരാനായിട്ട് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്പം വലിപ്പമുള്ള കപ്പയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒടിച്ച് കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ടാണ് കുക്ക് ചെയ്യാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്തൊക്കെ എടുത്ത കപ്പ കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് വാഷ് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ കുക്കർ റെഡിയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എന്നിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് ഇത് അടുപ്പത്തേക്ക് വെക്കുന്നത്. അപ്പോൾ ഒരു 3-5 വിസിൽ വരുമ്പോഴേക്കും നല്ലപോലെ തന്നെ കുക്കായി കിട്ടും. അങ്ങനെ അത്ര വേഗത്തിൽ ഉടഞ്ഞു പോകുന്ന കപ്പയൊന്നുമല്ല. ഇനി ആൾക്ക് നാട്ടിൽ നിന്ന് കേരളത്തിലത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു മലയാളി ഫാമിലി ഉണ്ട്. അവർ വന്നപ്പോൾ കൊണ്ടുവന്ന കപ്പ കേട്ടോ അത്. ഇതിവിടെ ഞാൻ എന്താ ചിക്കൻ കറിക്ക് തേങ്ങപ്പാൽ പിഴിഞ്ഞാണ് ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചേക്കണേ, ഗ്രേവി ആയിട്ട് കപ്പയുള്ളത് കൊണ്ട്. അപ്പോൾ അതിനായിട്ട് തേങ്ങ എടുത്തത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചെടുക്കണമെങ്കിൽ പാൽ പിഴിഞ്ഞെടുക്കാമല്ലോ അതിന് വേണ്ടി. അപ്പോൾ അങ്ങനെ ചിക്കൻ കറിക്കുള്ള തേങ്ങപ്പാലിനുള്ള തേങ്ങ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരയ്ക്കാനൊക്കെയുള്ള ഐറ്റംസുകൾ വേഗം അരച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കറണ്ടിൻ്റെ അങ്ങനെ വലിയ ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കറണ്ടിനെ എപ്പോൾ വേണമെങ്കിലും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു പേടിയാണ്, എപ്പോഴാണ് കറണ്ട് പോകാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ തന്നെ ചെയ്തു വെക്കണം. പിന്നെ ഞാൻ ചിക്കൻ കറിക്കുള്ള സബോളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ അതൊക്കെ ക്ലീനിങ് ചെയ്ത് വെച്ചിട്ട് വേണം ചിക്കൻ കറിയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ചിക്കൻ ഇന്നലെ കൊണ്ടുവന്ന ചിക്കൻ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് കഴുകി നല്ലപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ തിരുമ്മി ഫ്രീസറിൽ വെച്ചേക്കായിരുന്നു കേട്ടോ.
അങ്ങനെ സവോളയും വെളുത്തുള്ളി ഇഞ്ചി ഐറ്റംസ് ഒക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഇനി കപ്പയ്ക്ക് അരയ്ക്കാനുള്ള തേങ്ങയും കൂടെ എടുക്കണം. അപ്പൊ അതും കൂടെ അടിച്ചു വെക്കണമെങ്കിൽ പിന്നെ കറണ്ട് പോയാലും പേടിക്കണ്ടല്ലോ. പിന്നെ അതാ ഇവിടെ ഇത്തിരി വെളുത്തുള്ളി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം സവോളയും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളകും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇത്തിരി മഞ്ഞപ്പൊടി അതുപോലെ ഒരു ശകലം ഉപ്പും കൂടെ ചേർത്തിട്ടോ ഞാൻ അരയ്ക്കണേ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ജീരകം കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കപ്പയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ജീരകമൊക്കെ ചേർത്ത് നമുക്ക് ഗ്യാസിന്റെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ജീരകം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കപ്പയ്ക്കുള്ള ആ ഒരു തേങ്ങ ഒന്ന് ഒതുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചിക്കൻ കറിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കണം. അപ്പൊ കട്ടിംഗ് ബോർഡുമ്പോൾ തന്നെ വെച്ചിട്ടാട്ടോ ചതച്ചെടുക്കുന്നത്. അപ്പൊ അത് ചതച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ സബോള കട്ട് ചെയ്യണം. സബോള കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 2-3 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പൊ തക്കാളിയും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ എല്ലാ കട്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പത്തേക്ക് വെക്കണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വേഗത്തിൽ ജോലികൾ ചെയ്യാം. പിന്നെ സമയമൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ ചിലപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവാൻ വെച്ചിട്ട് സൈഡിൽ കൂടെ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്നെന്തായാലും ഇപ്പൊ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് വെക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. നല്ല സൂപ്പർ ചൂടാണ് എന്ന് പറയാം. അടുക്കളയിലൊക്കെ കുറച്ചു നേരം നിൽക്കുമ്പോഴേക്കും വേർത്ത് മുങ്ങി കുളിക്കും. അപ്പോൾ നല്ല ചൂട് കാരണം കൊണ്ട് തന്നെ 5 എണീറ്റ് വന്നു. 5 ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 5 വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞത് 5 എണീറ്റ് വന്നു. 5 വെള്ളം കുടിക്കാൻ വന്നേക്കണ കണ്ടപ്പോൾ ആ സമയത്ത് എനിക്കും പിന്നെ വെള്ളം കുടിക്കാൻ തോന്നി. അങ്ങനെ ഞാനും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 5 വെള്ളം കുടിച്ചൊക്കെ പോയി കഴിഞ്ഞ് അപ്പം ഞാൻ വീണ്ടും എൻ്റെ ജോലികളിലേക്ക് കിടക്കണം. അപ്പം എനിക്കിനി തേങ്ങാപ്പാൽ പിഴിയണം. തേങ്ങാപ്പാൽ പിഴിഞ്ഞും കൂടെ വെച്ചിട്ട് കറി ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അടുക്കളയിൽ അധികം നേരം നിൽക്കാനൊന്നും പറ്റില്ല. എന്താ പറയുക, ഭയങ്കരമായിട്ട് വേർത്ത് മുങ്ങി കുളിക്കുന്ന പോലത്തെ ചൂടാണ്. അപ്പോൾ വേഗത്തിൽ ജോലിയും കഴിച്ച് പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ തിരക്കിട്ട് വേഗം ജോലികളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ ഇതവിടെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ 1-ാം പാല്, ഇവിടെ നമ്മുടെ 2-ാം പാല്. അപ്പോൾ അതിന് ചിക്കൻ കറിക്കുള്ള തേങ്ങാപ്പാൽ റെഡി. പിന്നെ ഞാൻ കപ്പയൊക്കെ നല്ലപോലെ വേവിച്ചെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയൊക്കെ കളഞ്ഞു കേട്ടോ. പിന്നെ കപ്പയ്ക്ക് വേണ്ടി തേങ്ങയൊക്കെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. തേങ്ങയും ജീരകമൊക്കെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കപ്പയൊക്കെ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നീക്കി വെക്കുകയാണ് ഈ സ്റ്റൗവിലേക്ക്. ഇവിടെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ട നമ്മുടെ പാത്രമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടേക്കണം. ഇവിടെ ഇത്തിരി ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കണം പാനൊക്കെ ഒന്ന് വേഗത്തിൽ ചൂടാവാനായിട്ട്. ഇനി ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അല്ലേ. ഓയിലൊക്കെ അവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതച്ച് വെച്ചത് ആദ്യം അതിട്ട് കൊടുക്കണം. ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ സവോള കട്ട് ചെയ്ത് വെച്ചത് അതിട്ട് കൊടുക്കണം. ഇതുകൂടെ കിടന്നൊന്ന് വഴന്നൊക്കെ വരുമ്പോഴേക്കും ഞാൻ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തൊന്ന് തിരിച്ച് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയിൽ കൂടെ നല്ലപോലെ വഴന്നിട്ടുണ്ട്, വഴന്ന് വരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ടൊരു കുറച്ച് മുളക് പൊടി, പിന്നെ ഇത്തിരി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ചിക്കൻ മസാല കേട്ടോ, ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫൈനലി ഇതേ നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിരുന്ന ഗരം മസാല, അപ്പോൾ അതും ചേർത്ത് കൊടുക്കണം. അത് ഞാൻ ഒരു 2 സ്പൂൺ ഇടണുണ്ട് കേട്ടോ. ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കാം. മസാലയൊക്കെ ഒന്ന് ചൂടായി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്ത് ഇത്തിരി കൂട്ടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ മസാലയൊക്കെ അവിടെ
ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ തക്കാളിക്കൊന്ന് വേഗത്തിൽ വഴന്ന് കിട്ടാനായിട്ട് ഞാനിതിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കറിക്ക് വേണ്ട ഉപ്പ്, കുറച്ച് ഉപ്പ് ഞാൻ ചിക്കനിൽ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാനത് ഉപ്പൊക്കെ ഇട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നാലും നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്ന കറി ആയതുകൊണ്ട് എന്തായാലും ഉപ്പ് ഇത്തിരി കുറവ് വരും. അപ്പോൾ അതും കൂടെ കരിയപ്പോൾ ഇട്ടേക്കണം. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് കുക്ക് ചെയ്യാനായിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ്, തക്കാളി ഒന്ന് കുക്കാക്കിയിട്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കപ്പയൊന്ന് ഇടയ്ക്ക് കൊടുക്കാം. കപ്പയിൽ നിന്ന് നല്ലപോലെ ആവിയൊക്കെ വരുന്നുണ്ട്, തേങ്ങയിലേക്കൊക്കെ നല്ലപോലെ ആവി കയറിയിട്ടുണ്ട്. നമ്മുടെ കപ്പ അതവിടെ റെഡി ആവുന്നു. 2 മിനിറ്റ് കൂടെ ഞാനിത് അടച്ച് വെച്ചിട്ട് ഓഫ് ആക്കും. ഇനി ഞങ്ങൾക്ക് ചോറ് ഇരിപ്പുണ്ട്, ഇഡ്ഡലി ഇരിപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. രാവിലെ ഞാൻ ഇഡ്ഡലിയും ചട്നി ഉണ്ടാക്കി. അപ്പോൾ ഇഡ്ഡലി ആയാലും നമുക്ക് ചിക്കൻ കറിയുടെ കൂടെ നല്ല ടേസ്റ്റ് കേട്ടോ. ഞങ്ങൾക്ക് ഇഡ്ഡലി ചിക്കൻ കറിയുടെ കോമ്പിനേഷൻ നല്ല ഇഷ്ടമാണ്. നിങ്ങളങ്ങനെയൊക്കെ കഴിക്കാറുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിച്ചോളൂ കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലേന്നൊക്കെ. ഞങ്ങൾക്കിവിടെ ഇഷ്ടമാണ് ഇഡ്ഡലിയും ചിക്കൻ കറി. അത് പ്രത്യേകിച്ച് തേങ്ങ പാല് പിഴിഞ്ഞൊക്കെ വയ്ക്കുന്ന ചിക്കൻ കറി ആണെങ്കിൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒരുവിധം നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ പീസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, പിന്നെ ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ തിരുമ്മിയൊക്കെ ഇന്നലെ വെച്ചതാണ് ഫ്രീസറിൽ. ഇപ്പോൾ ഒരു 1 അവർ മുമ്പ് ഞാനെടുത്ത് പുറത്ത് വെച്ചതാണ്, തണുപ്പൊക്കെ ഒന്ന് വിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ ഇത് അങ്ങനെ തന്നെ ഇതിലേക്ക് ഇടണം. കറിവേപ്പില ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് കറിവേപ്പില ഇടാത്തത്. കറിവേപ്പില കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഉണ്ടായി വരുന്നുണ്ട് ഇപ്പോൾ, എന്നാലും അധികം പറിച്ചെടുക്കാനൊന്നും ഇല്ല. ഇനി നമുക്കിത് കുറച്ച് സമയം അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. പിന്നെ എനിക്ക് അവിടെ തേങ്ങാപ്പാലൊക്കെ റെഡി ആയിരിക്കുന്നതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ 2ാം പാൽ ഒഴിക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് 1ാം പാൽ ഒഴിച്ചുകൊണ്ട് കറി വേഗം റെഡിയാക്കാം. ഇവിടെ കപ്പ ഞാനിനി എന്തായാലും ഓഫാക്കണം. കാരണം ഇപ്പം നന്നായിട്ട് തന്നെ ആവിയൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കപ്പ റെഡി. കപ്പയുടെ ഫ്ലെയിം ഓഫാക്കി കേട്ടോ. ഇനി എനിക്കിവിടെ കുറച്ച് പ്ലേറ്റുകളൊക്കെ കഴുകാനൊക്കെ ഉണ്ട്, കട്ടിംഗ് ബോർഡും പ്ലേറ്റൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി നീറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ കറിക്ക് 2ാം പാലും 1ാം പാലും ഒക്കെ ഒഴിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ കറി നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇനി ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇത്തിരി ഗ്രേവി കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത്, കാരണം ഞങ്ങൾക്ക് കപ്പ കഴിക്കാനൊക്കെ ഇത്തിരി ഗ്രേവി അധികം വേണം. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഈ ഒരു ചിക്കൻ കറിയുടെ ഗ്രേവി. എന്തായാലും ഞാൻ ഓഫാക്കണം കേട്ടോ. ഒരുപാട് തിളപ്പിച്ചതിൻ്റെ ഗ്രേവി വറ്റിച്ച് കളയുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ഫ്ലെയിമൊക്കെ ഓഫാക്കി. അപ്പോഴേക്കും ഞങ്ങൾക്ക് പാല് വന്നായിരുന്നു. അപ്പോൾ ഞാൻ പാലും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നാളത്തേക്ക് എനിക്ക് അപ്പത്തിന് സ്റ്റ്യൂ കറി വേണം ഉണ്ടാക്കാൻ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എനിക്ക് വെള്ളത്തിലിടണം. അപ്പോൾ രാവിലെ എനിക്ക് വരുമ്പോൾ എനിക്ക് വേഗത്തിൽ കുക്ക് ചെയ്ത് പിന്നെ കറിയാക്കി പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റും. രാവിലത്തെ ജോലികൾ എളുപ്പമുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. കിച്ചണിൽ നിന്ന് ഓടാനുള്ള ഒരു തിരക്കിലാണ്, കാരണം ഭയങ്കര ചൂടായി. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ കിച്ചണിൽ നിൽക്കാൻ പറ്റാത്ത പോലത്തെ ചൂടാണ്. അപ്പോൾ ഇങ്ങനെ വരത്ത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് അടിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.